അലക്സിന് മറ്റെവിടെയോ പോവാൻ ഉള്ളതുകൊണ്ട് കഴിച്ചിട്ട് അവർ ഇറങ്ങി. ഇന്ദ്രൻ നിർബന്ധിച്ചെങ്കിലും അലീനയും അവനോടൊപ്പം പോയി. പലപ്പോഴും അലീന പണ്ടത്തേൽ നിന്ന് വ്യത്യസ്തമായി തന്നിൽ നിന്ന് അകലം കാട്ടുന്നത് ഇന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഉള്ളിൽ ഒരുപാട് വിഷമം. ചിലപ്പോൾ തൻ്റെ വിവാഹം കഴിഞ്ഞതിലാവാം, അല്ല തൻ്റെ ഇഷ്ടം അവളെ അറിയിക്കുന്നതിൽ. പിന്നെ അങ്ങനെയാണ്. പിന്നീട് ഒരിക്കലും തൻ്റെ പഴയ അലിയായി അവൾ പെരുമാറിയിട്ടില്ല. പണ്ടത്തെ അലീനയെ അവൻ ഓർത്തെടുത്തു. കുട്ടിക്കാലം മുതൽക്കേ തങ്ങൾ കൂട്ടുകാരായിരുന്നു. തങ്ങൾക്കിടയിൽ ആണെന്നും പെണ്ണെന്നുമുള്ള വേലിക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. വളർന്നു വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അലക്സാണ് അവൾക്ക് തന്നോടുള്ള അടുപ്പത്തെപ്പറ്റി ആദ്യം സൂചന നൽകിയത്. ആദ്യം എനിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടയ്ക്കപ്പോഴോ അവളുടെ പെരുമാറ്റം പ്രണയമാണെന്ന് ഞാനും ഉറപ്പിച്ചു. പിന്നീട് അങ്ങോട്ടാണ് അവളെ ഞാനും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവളുടെ ഓരോ കുസൃതികളും ഞാനും ആസ്വദിച്ചു. പലപ്പോഴും രുദ്രേച്ചി എനിക്ക് തരുന്ന സ്നേഹവും കരുതലും അവളിൽ നിന്ന് ലഭിച്ചിരുന്നു. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവൾക്കെന്നെ പോലെ പരിഹരിക്കാൻ കണ്ടെത്തിയിരുന്നു. തൻ്റെ തെറ്റ് കൊണ്ടാണോ അവൾ ഇത്തരത്തിൽ പെരുമാറുന്നെന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. അല്ല, ഒന്നിനു വേണ്ടിയും തന്നെ അകറ്റി നിർത്താൻ അവൾക്കാവില്ല. കഴിക്കാനായി ഇരിക്കുമ്പോഴും ഇന്ദ്രനിലെ ഭാവമാറ്റം ജാനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജാനുവിൻ്റെ സംശയങ്ങളെ ഇന്ദ്രൻ്റെ മാറ്റം ബലപ്പെടുത്തി. തൻ്റെ ഭർത്താവിന് മറ്റൊരു പെണ്ണിനോട് പ്രണയം ഉണ്ടെന്ന് അവളെയും തളർത്തി. അവളുടെയും ഊർജം കുറഞ്ഞു പോയതുപോലെ. രണ്ടാളും മുഖമായിരുന്നാണ് അന്ന് ഭക്ഷണം കഴിച്ചത്. ഒറ്റയ്ക്കിരിക്കാൻ രണ്ടാളും ആഗ്രഹിച്ചതുപോലെ. പിന്നീട് ഇന്ദ്രൻ തൻ്റെ ഓഫീസിലെ തിരക്കുകളും ജാനു പഠനത്തിലും മുഴുകി. നീയെന്താ ചിന്താവിഷ്ടയായ സീതയെ പോലെ ഇരിക്കുന്നത്? ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് ജാനു മറുപടി പറഞ്ഞത്. അപ്പോഴേക്കും എക്സാം തുടങ്ങാനുള്ള ബെല്ലടിച്ചതുകൊണ്ട് ദേവ് കൂടുതലായൊന്നും ചോദിച്ചില്ല. രണ്ടാളും അകത്തേക്ക് കയറി. എക്സാം കഴിഞ്ഞ് പതിവ് പോലെ റൂമിന് പുറത്ത് ജാനുവിനെ കാണാതായപ്പോൾ ദേവിന് കാര്യം മനസ്സിലായിരുന്നു. അവൾ വേഗത്തിൽ പതിവ് സ്ഥലത്തേക്ക് നടന്നു. ജാനുവിന് അരികിലായി ഇരുന്നു കൊണ്ട് ദേവ് പറഞ്ഞു. ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അറിഞ്ഞിടത്തോളം നിന്നേക്കാൾ നല്ല ബന്ധം അതാണ്. അടുത്തറിയുന്ന ആളുകളും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിക്കൂടെ? അമ്മ സമ്മതിക്കാണ്ടാണോ ഇനി അമ്മയോട് ദേഷ്യം? അത് ശരിയാവാം. പക്ഷേ അറിഞ്ഞിടത്തോളം നിന്റെ അമ്മായിയമ്മ ജാതി വേറെ ആയതുകൊണ്ട് മാത്രം വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുമോ? അതെന്താ, നിന്റെ ചേട്ടൻ കാമദേവനാണോ? ഒന്ന് പൊക്കോണം. നീ ഇതിനാണോ സങ്കടപ്പെട്ടത്? നീ പൊട്ടിക്കളി. എന്തൊക്കെ പറഞ്ഞാൽ നീ അങ്ങേരുടെ ഭാര്യയാണ്. നിന്നോടാണെങ്കിൽ പുള്ളിക്ക് ചെറിയ ഇഷ്ടമൊക്കെയുണ്ട്. ഒരു കള്ളച്ചിരിയോട് ദേവ് പറയുന്നത് കണ്ടപ്പോൾ അവൾ ഉദ്ദേശിച്ചത് മനസ്സിലായി. അല്ലടാ, ഏട്ടൻ എല്ലാവരോടും എങ്ങനെ? ഏട്ടൻ സ്നേഹിക്കുന്നവരെ നന്നായി കെയർ ചെയ്യും. സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ടൈപ്പല്ല. അതുകൊണ്ട് ഞാനും തെറ്റിദ്ധരിച്ചതാ. ഓ, അതായത് എൻ്റെ അച്ഛനെ പോലെ ഒരു മൂരാച്ചില്ലെന്ന്. ഓ പൊട്ടി, നീ ഒന്നും ചെയ്യണ്ട. സാധാരണ ചെയ്യില്ലേ, എല്ലാവരും സ്നേഹിക്കില്ലേ? അത് തന്നെ മതി. ഒന്നും പ്രതീക്ഷിക്കാതെ ഏട്ടനെ പ്രണയിക്കുക. അങ്ങനെ വിട്ടിട്ട് പോവാൻ ആർക്കും പറ്റില്ലെന്നേ. അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന് വരെ താൻ സ്നേഹിച്ചതിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. തന്നോട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. ദേവ് പറഞ്ഞതിലും കാര്യമുണ്ട്. അലീനയെ ഇഷ്ടമായിരുന്നെങ്കിലും പണ്ടത്തെ കാര്യമല്ലേ. അങ്ങനെ നോക്കാൻ ആണെങ്കിൽ വിഷ്ണുവേട്ടനെ പറ്റി ഇന്ദ്രേട്ടനും പറയണമല്ലോ. ദേവുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ജാനു അത് പറഞ്ഞത്. സംശയഭാവത്തിൽ ജാനു ചോദിച്ചത് കേട്ടതും ദേവു ഒന്ന് പെരുങ്ങി. വൈകിട്ട് ഇന്ദ്രൻ വരും വരെ രണ്ടാളും അവിടെ ഇരുന്നു പ്ലാനിങ്ങിൽ ആയിരുന്നു. പതിയെ പോലെ ദേവിനെ വീട്ടിലാക്കിയിട്ടാണ് അവർ പോയത്. രാവിലെ പോയതിൽ നിന്നും വ്യത്യസ്തമായാണ് ജാനു തിരികെ വീട്ടിൽ എത്തിയത്. പഴയ കരുത്ത് തിരിച്ചു വന്നതുപോലെ. മാമനെയും രുദ്രേച്ചയും വിളിച്ചു. എക്സാം കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ ഒരാഴ്ച നിൽക്കാൻ വരണമെന്ന് പറഞ്ഞു. ഇന്ദ്രനെ കൊണ്ടും സമ്മതിപ്പിക്കാൻ ജാനുവിനെ ഏൽപ്പിച്ചിട്ടാണ് വെച്ചത്. രാത്രിയിൽ മുറിയിലേക്ക് ചെന്നപ്പോൾ ഇന്ദ്രൻ വലിയ ആലോചനയിലായിരുന്നു. ആളുടെ മൂഡ് ശരിയാക്കാമെന്ന് വെച്ച് ജാനു അങ്ങോട്ടേക്ക് കയറി സംസാരിച്ചു. ആദ്യമൊക്കെ താല്പര്യക്കുറവ് കാണിച്ചെങ്കിലും മുത്തശ്ശിയെ പറ്റി പറഞ്ഞപ്പോൾ ആൾ ഓണായി. അത്രത്തോളം ഇന്ദ്രനെ സ്വാധീനിച്ചിരുന്ന മറ്റൊരു വ്യക്തിയില്ലെന്ന് ജാനുവിനെ അറിയാമായിരുന്നു. പിന്നെ കുട്ടിക്കാലത്തെ വീരവാദമായി. ഓ, തള്ളിൽ ഒരു രക്ഷയുമില്ല. ജാനുവിനും അതൊക്കെ കേട്ടറിവായിരുന്നു. മുത്തശ്ശിയും തറവാടും കുളവും എല്ലാം. അവളുടെ ബാല്യത്തിന് നിറങ്ങൾ ഇല്ലായിരുന്നു. ഇന്ദ്രൻ ഓരോന്നും പറയുമ്പോഴും തനിക്ക് അത്തരത്തിൽ ഒന്നും പറയാനില്ലെന്ന് അവൾ ഒരു ചെറിയ നോവുണ്ടാക്കി. അത് മനസ്സിലാക്കിയെന്ന വണ്ണം ഇന്ദ്രൻ അവളെയും ഒരിക്കൽ പഴയ തറവാട്ടിൽ കൊണ്ടുപോകാമെന്നേറ്റു. ഇന്ദ്രയുടെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇന്ദ്രനും എതിർത്തൊന്നും പറഞ്ഞില്ല. വിരുന്നിന് ചെല്ലാത്തതിൻ്റെ പരിഭവം എന്നും അവനോട് രുദ്ര പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കരയാൻ മറന്നു. അടുത്ത മൺഡേ നമുക്കൊരു പാർട്ടി ഉണ്ട്. ഓഫീസിൽ നമ്മുടെ മാരേജിൻ്റെ പാർട്ടി പ്രത്യേകം നടത്താൻ പറഞ്ഞിരുന്നു. പിന്നെ അലീനക്കൊരു വെൽക്കം കൂടി കൊടുക്കണമല്ലോ. അലീനയുടെ കാര്യം കേട്ടപ്പോൾ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലെങ്കിലും മുഖത്തൊന്നും കാട്ടിയില്ല. നമുക്കതിന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം. മൺഡേ ഫ്രീ അല്ലേ? എനിക്കിന് 2 ദിവസം കൂടി എക്സാം ഉള്ളൂ. പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ അത് കഴിഞ്ഞു ഡ്രസ്സ് എടുക്കാം. ദേവു രാവിലെ പറഞ്ഞപ്പോൾ വലിയ ഡയലോഗ് അടിച്ചെങ്കിലും ഇന്ദ്രൻ്റെ ഇഷ്ടത്തിന് മാറാൻ അവൾ തയ്യാറായിരുന്നു. ചുമ്മാ എപ്പോഴും ഒരുപോലെ നടന്നാൽ മതിയോ? പെൺകുട്ടികൾക്ക് മുടി ഐശ്വര്യമാണ്. മുത്തശ്ശിയുടെ അഭിപ്രായമാണ് കേട്ടോ. അത് എനിക്കും അതാ ഇഷ്ടം. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.
സത്യം പറഞ്ഞാൽ അവന്റെ അഭിപ്രായം അവൾ സന്തോഷമാണ് നിറച്ചത്. താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നതല്ല ഇന്ദ്രന്റെ ഇഷ്ടങ്ങളെന്നും അവൾക്ക് മനസ്സിലാവാൻ ആ വാക്കുകൾ മതിയായിരുന്നു. പിന്നീടുള്ള 2 ദിവസം എക്സാമും ബഹളവുമായി പെട്ടെന്ന് കടന്നുപോയി. അവസാനത്തെ എക്സാം കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ പാർലറിൽ വെച്ച് കാണാമെന്നേറ്റ് രണ്ടാളും പിരിഞ്ഞു. അന്ന് വൈകിട്ട് പോയി ഡ്രസ്സ് വാങ്ങി. നിറയെ ത്രെഡ് വർക്കുള്ള ക്രീം കളർ ചുരിദാറാണ് വാങ്ങിയത്. ഏട്ടനാ സെലക്ട് ചെയ്തെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നത്. അതിന് വേണ്ടിയുള്ള ആക്സസറീസ് ഞാൻ തന്നെ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. രാവിലെ മുതൽക്ക് എന്തിനും ഫംഗ്ഷന്റെ തിരക്കിലായിരുന്നു. ജാനുവിനെ വൈകിട്ട് വന്ന് പിക്ക് ചെയ്യാമെന്ന് ഏറ്റിട്ടാണ് അവൻ പോയത്. ഓഫീസിലെ ജോലിക്കാരെ കൂടാതെ ബിസിനസ് ഫ്രണ്ട്സും ഷെയർ ഹോൾഡേഴ്സും ഒക്കെ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും പതിഞ്ഞിരുന്നു. പുതിയ പല പ്രൊജക്റ്റുകളെ പറ്റി സംസാരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താനായിരുന്നു ഇന്ദ്രന്റെ ഉദ്ദേശം. ഉച്ച കഴിഞ്ഞ് ഡ്രസ്സ് മാറാനും ജാനുവിനെ കൂട്ടാനുമാണ് ഇന്ദ്രൻ വീട്ടിലെത്തിയത്. പക്ഷേ ജാനുവിനെ അവിടെ കണ്ടില്ലായിരുന്നു. 2 തവണ റിങ് ചെയ്തതിന് ശേഷമാണ് ജാനു ഫോൺ എടുത്തത്. ക്ഷമ നശിച്ചാണ് ഇന്ദ്രൻ അത് ചോദിച്ചത്. ഫോൺ വെച്ചിട്ട് അവൻ ഫ്രഷ് ആകാനായി പോയി. ഒരു വൈറ്റ് ഷർട്ടും കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് മുടിയൊക്കെ ജെൽ ഉപയോഗിച്ച് ഒതുക്കി ഒരു പെർഫെക്റ്റ് ബിസിനസ്സുകാരൻ്റെ രീതിയിൽ അവൻ ഒരുങ്ങിയത്. ഒരിക്കൽ കൂടി കണ്ണാടിയിൽ നോക്കിയ ശേഷം ഇന്ദ്രൻ താഴേക്ക് ഇറങ്ങി ചെന്നു. മുറ്റത്ത് ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോൾ ജാനു ആവുമെന്ന് ഊഹിച്ചിരുന്നു. അകത്തേക്ക് കയറി വന്ന ജാനു ആളാകെ മാറിയിരുന്നു. മുഖത്തെ ചായം കുറച്ചേ ഉള്ളെങ്കിലും അവളിൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായതായി ഇന്ദ്രന് തോന്നി. സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ആഭരണങ്ങളായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. ഒരു നിമിഷം ഇന്ദ്രനും അവളെ കണ്ണടക്കാതെ നോക്കിപ്പോയി. ഡോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. കൈകൊണ്ട് സൂപ്പർ ആണെന്ന് ആംഗ്യം കാട്ടി കൊണ്ടാണ് ഇന്ദ്രൻ ഇത് പറഞ്ഞത്. അവനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ കേട്ടതോടെ അവളുടെ മുഖം ഒന്നുകൂടെ വിടർന്നു. ശരിക്കും? ആടോ, താനിങ്ങനെ പൊളിയായിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പാർലറിൽ പോയേനെ. അതെന്താ? അല്ല, നിന്റെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ? ചിരിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ പറഞ്ഞത്. ജാനിക്കും അത് കേട്ടപ്പോൾ ചിരി വന്നു. അപ്പോഴേക്കും ഇന്ദ്രനൊരു കാൾ വന്നു. ദേ, ഞാൻ വരുന്നു, ഞങ്ങൾ ഇറങ്ങുക. ജാനു വേഗം ഇറങ്ങും. അലക്സാണ് വിളിച്ചത്. അവരൊക്കെ എത്തി. ഓഡിറ്റോറിയത്തിന് മുന്നിൽ തന്നെ അലക്സും അലീനയും നിൽക്കുന്നുണ്ടായിരുന്നു. വർക്കുകൾ ഒന്നുമില്ലാത്ത നേവി ബ്ലൂ നിറത്തിലെ സ്ലീവ്ലെസ് ഗൗണിൽ അലീനയും സുന്ദരിയായിരുന്നു. വൈറ്റ് സ്റ്റോൺ പതിപ്പിച്ച കമ്മലുകൾ ഒഴിച്ചാൽ മറ്റാഭരണങ്ങളൊന്നും തന്നെ അവൾ അണിഞ്ഞിരുന്നില്ല. അലക്സുമായി എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ദ്രനും ജാനും അവർക്കരിയിലേക്ക് വരുന്നത് അലീന കണ്ടത്. ജാനുവിനെ കണ്ടതും അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിരുന്നു. എന്തോ ഒരു വെറുപ്പ് വന്നു മൂടിയതുപോലെ. അലക്സ് ആണെങ്കിൽ സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു. അലീനയും അവനെ അനുഗമിച്ചു. ഡി അലി, നീയല്ലേ ഇവന് പറ്റുന്ന പെണ്ണല്ല ഇവളെന്ന് പറഞ്ഞത്? സത്യാണ് കേട്ടോ, ഇവിടെ ലുക്ക് വെച്ച് എനിക്കാവും മേച്ച്. ഞാൻ നീ സൂപ്പറായിട്ടുണ്ട്. ജാനോ? അലീന മുഖം കൂട്ടിക്കൊണ്ട് ചോദിച്ചു. അതെ, ജാനകിയെ ഷോർട്ടാക്കി ജാൻ. ഞാൻ ഇനി അങ്ങനെ വിളിക്കൂ കേട്ടോ. ഡാ വാ, നമുക്കകത്ത് കുറച്ച് പണികൾ ഉണ്ട്. ആ ഗ്ലോബൽ ഗ്രൂപ്പിൻ്റെ MD-യെ കറക്കാൻ കുറച്ച് വഴി പറഞ്ഞു താ. അലി, ജാനുവിനെയും കൂട്ടി നമ്മുടെ പഴയ കമ്പനിക്കാരെയൊക്കെ പരിചയപ്പെടും. ഇന്ദ്രനാണത് പറഞ്ഞത്. ജാനു ശരിയെന്ന രീതിയിൽ തലയാട്ടി. കുറച്ച് സമയം രണ്ടാളും സംസാരിച്ചിരുന്നു. പലപ്പോഴും ജാനകിയെ പുച്ഛിച്ചാണ് അലീന സംസാരിച്ചത്. ജാനുവിനത് മനസ്സിലായെങ്കിലും അവൾ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോൾ ജാനു അവരുടെ കൂടെ കൂടി. കുറേ നാളുകൂടി അലീനയെ കണ്ട സന്തോഷം ഉഷയിലും ഉണ്ടായിരുന്നു. ഒരു മകളോടെന്ന സ്നേഹം ഉഷക്ക് അലീനയോടുണ്ടായിരുന്നു. അലീനക്കും മറിച്ചായിരുന്നില്ല. ജാനു രണ്ടാളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. രണ്ടാളുടെയും സ്നേഹത്തിൽ ഒരു മായവും അവൾക്ക് കണ്ടെത്താനായില്ല. പിന്നെ എന്ത് കൊണ്ടാവും ഇന്ദ്രൻ അലീനെ വിവാഹം കഴിക്കാത്തത്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു ജാനു. പഴയ കൂട്ടുകാരെ കണ്ടപ്പോൾ അലീന വഴിക്കുപോയി. പിന്നെ അമ്മയും മോളും കത്തിയടിയായിരുന്നു. ഗസ്റ്റ് എല്ലാവരും എത്തിയതിനു ശേഷം പാർട്ടി തുടങ്ങി. ഇടക്കപ്പോയോ ഇന്ദ്രൻ ജാനുവിനരികിൽ വന്നു. അവളുടെ കൈകളെ പിടിച്ച് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇന്ദ്രൻ പാടുന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിൽ പതിയെ പോലെ അലീനയുമായി പാടാൻ ആരൊക്കെയോ പറഞ്ഞു. ജാനുവിനെ കാണിക്കാനെന്ന വണ്ണം അലീന പാടാൻ തയ്യാറായി. ഇന്ദ്രനും ഒന്നിച്ച് സ്റ്റേജിൽ നിന്ന് അലീന ജാനുവിനെ നോക്കി. ജാനുവിന് അതിൽ എന്തോ വിഷമം തോന്നിയിരുന്നു. ഒരു പാട്ട് പാടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ തന്നോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ ഇന്ദ്രൻ മറുപടി പറഞ്ഞ് അവൾക്ക് വിഷമം തോന്നി. അവർ പാടി തുടങ്ങി. അലീനയും നന്നായി പാടുമായിരുന്നു. കുട്ടിക്കാലം മുതലൊക്കെ അലീന ഇന്ദ്രൻ കോമ്പിനേഷൻ ഹിറ്റായിരുന്നു. ജാനുവിൻ്റെ മുഖത്തു നിന്നും എന്തൊക്കെ മനസ്സിലായിട്ടാവും ഉഷക്കും ചെറിയ വിഷമം തോന്നി. ബാക്കി എല്ലാവരും പാട്ട് ആസ്വദിക്കുകയുണ്ടായിരുന്നു. ജാനുവിൻ്റെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞു വന്നു. ഇനിയും അവിടെ നിന്നാൽ ആളുകൾ ശ്രദ്ധിക്കുന്നതിനാൽ അവൾ പതിയെ പുറകിലായി ആളൊഴിഞ്ഞൊരു മൂലയിലേക്ക് മാറി നിന്നു. അവിടെ നിന്ന് സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ആര് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. പെട്ടെന്നുള്ള വിപ്രാളത്തിൽ കൈ വിടുത്താൻ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആളുകളുടെ ബഹളത്തിൽ ആരും അത് ശ്രദ്ധിച്ചില്ല. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതും എല്ലാവരും ഇന്ദ്രനെയും അലീനയും പ്രശംസിക്കാൻ ചുറ്റും കൂടിയിരുന്നു. എന്തു കണ്ടോ ആ തിരക്കിനിടയിലും ഇന്ദ്രൻ്റെ കണ്ണുകൾ ഒരു മുഖത്തെ തേടി.
ജാനു ഉഷയുടെ കൂടെ ഉണ്ടാവുമെന്നാണ് അവനും കരുതിയത്. കുറേ സമയം കഴിഞ്ഞ് അവളെ കാണാതായപ്പോൾ അവൻ ഉഷയുടെ അടുത്തേക്ക് നീങ്ങി. അവിടെ സേതുവിനൊപ്പം സംസാരിച്ച് നിൽക്കുന്ന ഉഷയെ കണ്ടതും അറിയാതെ ഉള്ളിലൊരു ആന്തൽ. ജാനുവിന് മറ്റാരെയും പരിചയമില്ലാത്തതുകൊണ്ട് വേറെ എവിടെയും പോകാൻ സാധ്യതയില്ലെന്ന് അവന് അറിയാമായിരുന്നു. അവന്റെ കാലുകൾക്ക് വേഗത കൂടി. ആളുകൾക്കിടയിൽ ആ രണ്ടു കണ്ണുകൾ മാത്രം തിരഞ്ഞുകൊണ്ട് അവൻ നടന്നു. ആരൊക്കെയോ സൗഹൃദം പുതുക്കാൻ വന്നപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ഏറ്റവും പുറകിലെ ഒഴിഞ്ഞ മുറിയിലേക്ക് അവൻ പാഞ്ഞു. ആ തിരക്കിനിടയിലും ഇന്ദ്രന്റെ പരിഭ്രമം അലയും ശ്രദ്ധിച്ചിരുന്നു. അവളും അവന്റെ പിന്നാലെ അങ്ങോട്ടേക്ക് നടന്നു.